ഇന്നത്തെ സഹോദരിമാർക്കാവട്ടെ, ഭാര്യമാർക്കാവട്ടെ, അതല്ലെങ്കിൽ പെങ്ങന്മാർക്കാവട്ടെ, ആർക്കാവട്ടെ, അവർക്ക് പുറത്തുള്ള ഭക്ഷണത്തോടാണ് താല്പര്യം കൂടുതൽ. ഇന്ന് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലം മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ സ്ഥലങ്ങളാണ്. ഫാസ്റ്റ് ഫുഡാവട്ടെ, അതുപോലെ തന്നെ ഹോട്ടലാവട്ടെ, ആ മേഖലയിലാണ് ഇന്നത്തെ ഇത്. നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. ഇന്ന് നമ്മളെ സഹോദരിമാർക്ക് എല്ലാ മെഷീനറികളുണ്ട്, എന്നിട്ടും വേണ്ട, മുറ്റം അടിച്ചു വരണ്ട, മുറ്റം തേച്ചും ഇൻ്റർലോക്കും കാര്യങ്ങളാണ്. വീട്ടിലെ പണികൾ കുറവാണ്, പഴയ കാലത്തെ മാതിരിയല്ല. അപ്പോൾ ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ടായിട്ടും ഇന്നത്തെ സഹോദരിമാർക്ക് ടൈമില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവർ പറയുന്നത് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയില്ലേ, സമയം കിട്ടിയില്ല. എന്തേ സമയം കിട്ടാത്തത്? പഴയ കാലത്തുള്ള അതേ സമയം തന്നെയല്ലേ ഇപ്പോഴും. ടൈം മാറിയിട്ടൊന്നുമില്ല, ജനങ്ങൾ മാറി, ലോകം മാറി, എന്നിട്ട് ടൈം മാറിയില്ല. ടൈം അതേപോലെ തന്നെയാണ്, 24 മണിക്കൂറും തന്നെയാണ്. അത് കുറയോ കൂടിയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളെ നാട്ടിലുള്ള സഹോദരിമാർക്ക് പുറത്തെ ഫുഡിനോടാണ് ഇഷ്ടം. കാരണം വീടുകളിൽ ഉണ്ടാക്കാൻ ടൈമില്ല. വീടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ മൊബൈലാണ്. രാവിലെ ഇതങ്ങ് തുടങ്ങിയ റീൽസും യൂട്യൂബും എല്ലാം, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, ഇതിലാണ് ഇന്ന് നമ്മളെ സഹോദരിമാർ മാത്രമല്ല കേട്ടോ, പ്രായമായ ഉമ്മയാവട്ടെ, ഉമ്മാമയാവട്ടെ, എല്ലാവരുടെ കയ്യിലും ഈ മൊബൈൽ കൊടുത്തിട്ട് ഇങ്ങനെ ചൊട്ടുക. അതുകൊണ്ടാണ് ടൈമില്ലാത്തത്. പഴയ കാലത്ത് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് സഹോദരിമാരുടെ ടൈം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. പലതരം എണ്ണക്കടികൾ, പല ഭക്ഷണങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവരുടെ ടൈം പോയത്. ഇന്നത്തെ എല്ലാവരുടെ ടൈമും, ഈ പറയുന്ന എൻ്റെ ടൈം അടക്കം പോകുന്നത് ഈ മൊബൈലിലാണ്. ശരിയല്ലേ?